ഇന്ന് നമ്മൾ 4 മണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രെഡും കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുക. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ വരുന്ന സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. സവാള കുറേ നേരം നമ്മൾ സാധാരണ മസാലയ്ക്ക് ചെയ്യുന്ന പോലെ വഴറ്റി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ക്യാരറ്റൊക്കെ ചേർക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് വഴന്ന് റെഡിയായി വന്നോളൂ. ഇനി ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് ഫ്രോസൺ ക്രീം പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഒരു 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്നതിന് മുൻപ് എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്താലും മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ബീഫ് മസാല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരുപാട് മസാലപ്പൊടികൾ എടുക്കുന്നില്ല. എടുക്കുന്നത് ഏതായാലും കുറച്ച് എടുത്തിട്ട് ലൈറ്റ് ഫ്ലേവർ മാത്രമാണ് കേട്ടുള്ളൂ. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് അതും ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വേണ്ട. അത്യാവശ്യത്തിൽ ചെറിയ പുളി ഉപ്പൊക്കെ ഉണ്ടാവും അതിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 2ആയിട്ട് മുറിച്ചിട്ട് തൊലിയോട് കൂടെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മീഡിയം സൈസിൽ വരുന്ന 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറുത് കേട്ടോ. ഇനി വലുതാണെങ്കിൽ 1 മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ്സ് എന്ന് പറയുന്നത്. മസാല റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു 14 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ആദ്യം കളഞ്ഞെടുക്കണം. ആ സൈഡ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം, ലാസ്റ്റ് അത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് മസാല ഇതുപോലെ നടുഭാഗത്തേക്കാക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസ് ഒരു ബ്രെഡ് എടുത്തതിന് മേലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഒട്ടിയിരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് അങ്ങനെയെങ്കിലും വെച്ചിട്ട് ഇതിന് നടുഭാഗം നമ്മൾ കറക്റ്റ് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. എന്താ ഇനി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സൈഡ് ഒട്ടാത്തൊരു പ്രശ്നം വരും ചില ബ്രെഡിന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല. നമ്മളിത് എന്തായാലും മുട്ടയിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രസ് ആയിക്കോളും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമ്മൾ മസാലയൊക്കെ ഉള്ളിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 14 പീസ് ബ്രെഡ് ആവുന്ന സമയത്ത് ഇതുപോലത്തെ 7 വലിയ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആദ്യം മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് സൈഡിലേക്ക് വെക്കുക. പിന്നെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. 1 or 2 വേണ്ടി വരും കേട്ടോ. നമ്മളത് ബ്രെഡ് മുക്കി നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ 2 ആവശ്യം വന്നിട്ടുണ്ട്. നോക്കിയിട്ട് എടുക്കാം. ഇനി ഇത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ആദ്യം സൈഡ് നല്ലോണം ഒന്ന് മുട്ടയിൽ ആയിക്കോട്ടെ. അങ്ങനെ ആവുന്ന സമയത്ത് പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് അവിടെ ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ പൊടി തട്ടിയെടുക്കുക. ഇങ്ങനെ ആക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെ ബ്രെഡ് ക്രംസ് നല്ലോണം അതിൽ പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് ബ്രെഡിൻ്റെ പൊടി എണ്ണയിൽ ചാടിപ്പോകും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് ഓയിൽ കൂടുതൽ കുടിക്കുന്ന ഒരു പ്രശ്നം വരും.
ഇത് പിന്നെ വേഗം തന്നെ റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ രണ്ട് ഭാഗവും പാകത്തിന് ഫ്രൈ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ബ്രെഡിൻ്റെ സ്നാക്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള നല്ല ക്രിസ്പിയിൽ നല്ല ചൂടിൽ കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മസാല കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.